നെയ്ച്ചോറിന് പറ്റിയൊരു ചിക്കൻ പെരട്ടുമായിട്ടാണ് നോക്കണം. ചിക്കൻ പെരട്ട് അടിപൊളിയാണ്. ഇപ്പോൾ പച്ചമുളക് കുരുമുളക് ഇട്ട് വെച്ച അടിപൊളി ചിക്കൻ പെരട്ട്. നമുക്ക് പൂരിയാ ചപ്പാത്തിയാ നെയ്ച്ചോറാ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. ആദ്യം തന്നെ മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. സവാള ഞാൻ ഇങ്ങനെ കൊത്താക്കി ഇടുന്ന കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മെൽറ്റായി ഇതായി കിട്ടും. ഇത് അലുത്ത് കിട്ടും. അത് അല്ലെങ്കിൽ ഇങ്ങനെ സവാള ഇങ്ങനെ മുഴുത്ത് കിടക്കും, മുട്ടക്കറി പോലെ കിടക്കും. ഇപ്പോൾ കാണാൻ ഒരു സുഖം ഉണ്ടാവില്ല. സവാള നല്ലോണം ഒന്ന് വാടിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മിക്സിയിൽ ഇതിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം. ഓവറായിട്ട് പൊടിക്കാതെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് അതും കൂടെ ഇട്ടിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. ഇതുമായിട്ടും തക്കാളി ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ വേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വാടിയതിന് ശേഷം മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ ഇടുന്നുണ്ട്. ഗരം മസാല, കുരുമുളക് പൊടി അത് ഇത്തിരി കൂടുതൽ ഇടുന്നുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇത്തിരി മുന്തി നിൽക്കാനാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് അതുകൊണ്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിനകത്തേക്കാണ് ഇനി ചിക്കൻ ഇടാൻ പോകുന്നത് കേട്ടോ. ഇത് വെള്ളം ഒഴിക്കാതെ കറിയാണ്. ചിക്കൻ ഇട്ട് മസാല ഇട്ട് നന്നായിട്ട് ചേർത്ത് നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. എന്നാലേ ഇതിനെ കറക്റ്റ് ഇത് കിട്ടുള്ളൂ. ഇതാണ്ടൊക്കെ മസാല എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ ഇത് വെള്ളമൊക്കെ വന്നിട്ട് കാണും, നീരിതായിട്ട് വെള്ളമൊക്കെ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് കൂടെ മൂടി വെക്കാം. ഇപ്പം അത്യാവശ്യം കറിയിൽ വെള്ളമെല്ലാം വന്നിട്ടുണ്ട്, ചെറിയ വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിയ വേറെ ഒന്നുമില്ല. ഇതൊരു ഡ്രൈ ആയിട്ട് എടുക്കണ കറിയായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പച്ചമുളക് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. തക്കാളി പച്ചമുളകൊക്കെ മുകളിലിട്ട് കൊടുത്ത് ഇത് കാണാനൊരു ഭംഗിയാണത്. അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല കുഴമ്പ് വരുവായിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ബൗളിലേക്ക് ഇത് പതിയെ മാറ്റാം. ഞാൻ പറയില്ല, ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും നെയ്ച്ചോറും അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ രസമാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായം പറയണം, ഷെയർ ചെയ്യണം. നെയ്ച്ചോറിനോടൊക്കെ സൂപ്പറാണ് കറി. നെയ്ച്ചോറ്, പരിപ്പ്, അച്ചാറ്, പപ്പടം അടിപൊളിയാണ്. ഓക്കെ.